CPIഎമ്മിനോട് ഇടഞ്ഞു നിൽക്കുന്ന ജി സുധാകരനെ അനുനയിപ്പിക്കാൻ തിരക്കിട്ട നീക്കം. സുധാകരനെ മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സുധാകരന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി. സുധാകരൻ പാർട്ടിക്കൊപ്പം ഉണ്ടാകുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു. നല്ല സ്ട്രോങ് ആയിട്ട് പാർട്ടിയോടൊപ്പം ഉണ്ടാകും. അതിനകത്ത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എന്തോ നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ലല്ലോ. അല്ല, അദ്ദേഹം പാർട്ടിയോടൊപ്പം ഉണ്ടാവുമോ? നാളെ വാർത്താ സമ്മേളനം നടത്താനിരിക്കെയാണ് CPM നേതാക്കൾ അനുനയ നീക്കം നടത്തുന്നത്. വിശദാംശങ്ങളുമായി അമൽ സുരേന്ദ്രനാണ് നമ്മോടൊപ്പം ചേരുന്നത്. അമൽ, തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ജി സുധാകരൻ പാർട്ടി വിട്ടുപോകുമോ എന്നുള്ള ഒരു ആശങ്കയുടെ പുറത്താണോ ഈ അനുനയ നീക്കം, ഒരു തിരക്കിട്ട ശ്രമം? ഇപ്പോൾ ഒരു ശുഭപ്രതീക്ഷയാണോ CPIഎമ്മിന് ലഭിക്കുന്നത്? അഞ്ജലി, സുധാകരനെ പോലെ തലമുതിർന്ന നേതാവ്, പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന നേതാവ്, 63 വർഷക്കാലം പാർട്ടിയുമായി പൊക്കിൾക്കൊടി ബന്ധമുള്ള നേതാവ്. ആ പൊക്കിൾക്കൊടി ബന്ധം സുധാകരൻ അറുത്തുമാറ്റിയാൽ അത് പാർട്ടിക്കാർക്കടക്കം വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആലപ്പുഴയിലെ പാർട്ടിക്കാർക്ക് മാത്രമല്ല, സംസ്ഥാന വ്യാപകമായി തന്നെ പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലുള്ള ആഘാതം ഉണ്ടാക്കും. CPM രാഷ്ട്രീയവുമായി ഇത്രമേൽ ഉൾബന്ധമുള്ള ഒരാളാണ് ജി സുധാകരൻ. ഏതായാലും അദ്ദേഹം നാളെ 11 മണിക്ക് തന്റെ വസതിയിൽ വെച്ച് മാധ്യമങ്ങളെ കാണും എന്നറിയിച്ചിട്ടുണ്ട്. ഇതിന് മുന്നോടിയായിട്ടാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയതിനു ശേഷം സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന അംഗങ്ങളിൽ ഭൂരിഭാഗം പേരും, അതിൽ പ്രധാനമായും H സലാം ഒഴികെയുള്ള അംഗങ്ങളാണ് ജി സുധാകരന്റെ വീട്ടിൽ എത്തുകയും അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്തത്. 15 മിനിറ്റിലധികം നേരം ജി സുധാകരന്റെ വീടിന് മുന്നിലുള്ള സിറ്റ് ഔട്ടിൽ അവർ സംസാരിക്കുകയായിരുന്നു. പല രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും മാധ്യമങ്ങൾക്ക് അങ്ങോട്ട് കടന്നു ചെല്ലുവാനോ അല്ലെങ്കിൽ ചിത്രങ്ങൾ പകർത്തുവാനോ ചെറിയ രീതിയിലുള്ള നിബന്ധനകൾ ഉണ്ടായിരുന്നു. അതിനാൽ അങ്ങോട്ട് കടന്നു പോകാൻ സാധിച്ചിരുന്നില്ല. അതിനുശേഷം പുറത്തിറങ്ങി വന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, പ്രധാനമായും ആർ നാസറിനെ പോലുള്ള ആളുകൾ പറഞ്ഞത് മാധ്യമങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള വേവലാതിയുടെ കാര്യമില്ല, ജി സുധാകരൻ പാർട്ടിയോടൊപ്പം തന്നെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അല്പസമയം മുൻപ്, അതായത് ഈ കൂടിക്കാഴ്ചയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപാണ് ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തത്. ഇത്തരത്തിൽ ജി സുധാകരൻ പാർട്ടിക്ക് പുറത്തേക്ക് പോകുമെന്ന വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ജി സുധാകരൻ പാർട്ടിക്കൊപ്പം ഉണ്ടാകുമെന്ന രീതിയിലുള്ള സംസാരമാണ് അദ്ദേഹവുമായി ചേർന്ന് നിന്ന വൃത്തങ്ങളോട് ജി സുധാകരൻ സംസാരിച്ചതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് നമ്മൾ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഈ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് കെട്ടിച്ചമച്ച കഥയാണെന്നും മാധ്യമ വാർത്തകളിൽ ജി സുധാകരന് അതൃപ്തിയുണ്ട് എന്നും നമുക്ക് അറിയാൻ സാധിച്ചിരുന്നു. ഏതായാലും പാർട്ടി അംഗത്വം പുതുക്കാത്തതിനെ വിമർശിച്ച് മാധ്യമ വാർത്തകൾ വന്നതിനെ തുടർന്നാണ് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായതെന്നും അതിനെ വിശദീകരിക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുമാണ് സുധാകരനുമായി അടുത്ത വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോഴെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഏതായാലും ഈ മാസം 31 വരെ പാർട്ടി അംഗത്വം പുതുക്കുവാനുള്ള സമയവുമുണ്ട്. നാളെ സുധാകരന്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന വാർത്താ സമ്മേളനത്തിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ പാർട്ടി അംഗത്വം പുതുക്കുമോ എന്ന കാര്യമടക്കം തീരുമാനമുണ്ടാവുക. പ്രത്യേകിച്ചും UDF പാളയത്തിലേക്ക് സുധാകരൻ പോകുമെന്നും അതല്ല അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി നിന്ന് മത്സരിക്കുമെന്നും അടക്കമുള്ള വാർത്തകൾ, അഭ്യൂഹങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ പരക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടായതിനു ശേഷം ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം സുധാകരൻ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം വീക്ഷിക്കുമ്പോഴും പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറാകാതെ മൗനിയായിട്ടിരിക്കുകയായിരുന്നു. ഏതായാലും ആ ഒരു മൗനത്തിനാണ് നാളെ ഒരു ഭംഗം സംഭവിക്കാൻ പോകുന്നത്. അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പറയുമെന്ന് തന്നെ നമുക്കറിയാം. പ്രത്യേകിച്ചും അവഗണനകളും പരിഭവങ്ങളും എല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കഥയിൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നാളെ അദ്ദേഹം സംസാരിക്കും. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഇത്രയധികം ആളുകൾ ജി സുധാകരന്റെ വീട്ടിലെത്തിയതെന്നും പ്രത്യേകം കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ 5 വർഷക്കാലം ജില്ലാ സെക്രട്ടേറിയറ്റിലുള്ള ആളുകൾ, ജില്ലാ സെക്രട്ടറി പോലും ഇദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഒരു പരിഭവം ജി സുധാകരന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഫേസ്ബുക്ക് കുറിപ്പുകളിൽ നിന്ന് വായിച്ചെടുക്കുവാൻ സാധിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയതിനു ശേഷം അംഗങ്ങൾ മുതിർന്ന നേതാവായിട്ടുള്ള ജി സുധാകരന്റെ വീട്ടിലെത്തിയത്. അഞ്ജലി, എന്തായാലും CPIഎമ്മിനെ സംബന്ധിച്ചൊരു ശുഭകരമായ ഒരു പ്രതീക്ഷ നൽകുന്ന ചർച്ച തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ നാളത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം വിശദമായി തന്നെ അറിയാം.